തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പിന്നാലെ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ മലക്കം മറിഞ്ഞ് CPIM. വിവാദം അടഞ്ഞ അധ്യായമെന്നും CPM വിശ്വാസികൾക്കൊപ്പമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അയ്യപ്പ സംഘവുമായി സഹകരിക്കുന്നതിൽ UDF തീരുമാനം ഇന്നുണ്ടാകും. പ്രതിപക്ഷ നേതാവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരിട്ടെത്തി ചടങ്ങിലേക്ക് ക്ഷണിക്കും. ഈ മാസം 20-ന് പമ്പയിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ വിവാദങ്ങളാണ്. യുവതീ പ്രവേശത്തെ പിന്തുണച്ചവർ തന്നെ അയ്യപ്പ സംഗമം നടത്തുന്നുവെന്ന ചോദ്യമാണ് സർക്കാരിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും പ്രതിരോധത്തിലാക്കിയത്. എന്നാൽ വിവാദങ്ങൾക്കിടയിലും പ്രബല സമുദായ സംഘടനകളായ NSSും SNDPയും പിന്തുണ പ്രഖ്യാപിച്ചത് സർക്കാരിനും ബോർഡിനും ആശ്വാസമായി. ഹൈന്ദവ വിഭാഗത്തിലെ സമുദായ സംഘടനകളുടെ പിന്തുണയോടെ സംഗമത്തെ എതിർത്തിരുന്ന BJPയുടെ നിലപാടും അയഞ്ഞിട്ടുണ്ട്. അയ്യപ്പ സംഗമത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഇന്ന് ദേവസ്വം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ സംഘാടക സമിതി യോഗം ചേരുന്നുണ്ട്. ക്ഷണിക്കേണ്ട പ്രധാന വ്യക്തികളെ സംബന്ധിച്ചും സമിതി ആലോചിക്കും. പ്രതിപക്ഷ നേതാവിനെ ഇന്ന് ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി ക്ഷണിക്കും. അയ്യപ്പ സംഗമത്തിന് രാഷ്ട്രീയ പ്രതിരോധം തീർത്തുകൊണ്ട് CPM ശക്തമായ രംഗത്തുണ്ട്. വർഗീയവാദികൾക്ക് വിശ്വാസമൊന്നുമില്ല. വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നവരാണ് വർഗീയവാദികൾ. ആ വർഗീയവാദികളുടെ പ്രചാരവേലയോടൊപ്പം ചേർന്ന് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല. വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ. അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ UDFൽ വ്യത്യസ്ത അഭിപ്രായമാണ്. രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അയ്യപ്പ സംഗമത്തെ എതിർക്കുമ്പോൾ നല്ല കാര്യമെങ്കിൽ നടക്കട്ടെ എന്നാണ് ലീഗ് നിലപാട്. ഇന്ന് രാത്രി ചേരുന്ന UDF ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.